ഇന്നത്തെ വീഡിയോയും എൻ്റെ കാൽ റിലേറ്റഡ് ആയിട്ടുള്ളൊരു വീഡിയോ തന്നെയാണ്. ഞാൻ നാടെത്തിയതിൻ്റെ നെക്സ്റ്റ് ഡേ രാവിലെ തന്നെ ഞങ്ങൾ ട്രീറ്റ്മെൻറ്റിനായിട്ട് കോയമ്പത്തൂർ പോകുന്ന കാഴ്ചകളാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ എൻ്റെ കാലിൻ്റെ സർജറിക്കായിട്ട് ചൂസ് ചെയ്ത ഹോസ്പിറ്റൽ കോയമ്പത്തൂർ ഗംഗ ഹോസ്പിറ്റലാണ്. ഞങ്ങൾക്ക് പാലക്കാടിൽ നിന്നും ഒരു 1.5 hours ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ എത്തിച്ചേരാൻ പറ്റും. ഞങ്ങൾക്ക് കിട്ടിയ അപ്പോയിൻമെൻറ്റ് രാവിലെ 9 o'clock നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവാൻ വേണ്ടി ഫുൾ സെറ്റായിട്ട് പോയിരിക്കുന്ന എന്നെയാണ്. ഇനീഷ്യൽ ട്രീറ്റ്മെൻറ്റും പ്രൊസീജിയേഴ്സിനും ഒക്കെ ശേഷം നമ്മൾ ഇവിടെ നിന്ന് നേരെ പോകുന്നത് നമ്മുടെ റൂമിലോട്ടാണ്. റൂം വളരെ ബ്യൂട്ടിഫുള്ളും വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു റൂം തന്നെയായിരുന്നു നമുക്ക് കിട്ടിയത്. അങ്ങനെ വെരി നെക്സ്റ്റ് ഡേ തന്നെ സർജറിക്കായി റെഡിയായി സർജറി കോസ്റ്റ്യൂമും ഇട്ടുകൊണ്ടിരിക്കുന്ന എന്നെയാണ് ഈ കാണുന്നത്. രാവിലെ ഏകദേശം 9-9:30 ആകുമ്പോഴത്തേനും എന്നെ ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് ഷിഫ്റ്റ് ചെയ്തിരുന്നു. എന്നിട്ട് സർജറിയും പിന്നെ പോസ്റ്റ് സർജറി ഒബ്സർവേഷനും എല്ലാം കഴിഞ്ഞതിന് ശേഷം അറൌണ്ട് 4:30 ആകുമ്പോഴത്തേനും ഞാൻ തിരികെ റൂമിലെത്തി. എന്നിട്ട് 2 ദിവസത്തെ ഹോസ്പിറ്റൽ വാസത്തിന് ശേഷം തിരികെ വീട്ടിലോട്ടും. വീടെത്തിയപ്പോൾ മുതൽ ഇവനാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്. ഇവനില്ലാതെ എനിക്ക് ആലോചിക്കാൻ പോലും പറ്റില്ല. പിന്നെ ഇപ്പത്തെ വിനോദം എന്ന് പറയുന്നത് അമ്മ ഉണ്ടാക്കി തരുന്ന സാധനങ്ങളൊക്കെ കഴിച്ച് ഈ ജനാലയിലൂടെ വെയിലിന്റെയും മഴയുടെയും ഭംഗിയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ ഇരിക്കുക എന്നുള്ളത്. പിന്നെ ഇങ്ങനെ ഇരുന്ന് കൂടെ വരാറുള്ള കസിൻസിന്റെയും റിലേറ്റീവ്സിനെയും ഒക്കെ കാത്തിരിക്കുക എന്ന് പറയുന്നതും നല്ലൊരു സുഖമുള്ള കാര്യം തന്നെയാണ്. അപ്പൊ ഇന്നത്തെ എന്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.